മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ എന്നാണല്ലോ അവരെല്ലാവരും വിളിക്കുക. അവർ മധ്യവർഗ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ടതാണ്. കാരണം അവർ അപ്പുറത്തുണ്ടോ ഇല്ല, അമ്മ വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരിപ്പുറത്ത് WCCൻ്റെ കൂടെ ഉണ്ടോ ഇല്ല. എന്നാൽ സൂപ്പർ സ്റ്റാർ ആണ് കേരളത്തിൽ. മോഹൻലാലും മമ്മൂട്ടിയും പോലും ഇതിന്റെ ചീത്തപ്പേര് കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ മഞ്ജു വാര്യരെ ചെളി തെറിക്കരുത് എന്നുള്ള മറ്റൊരു നിർണായക ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് മഞ്ജു വാര്യരുടെ ഒരു ഒറ്റ പ്രസംഗത്തിൽ നിന്നാണ് ഇതിന്റെ ഗതി തന്നെ മാറുന്നത്. അതൊക്കെ പഴയ കഥയാണ്. തീർച്ചയായും കാലം മാറ്റും. കാലം ആളുകളെ മാറ്റിയിട്ടുണ്ടാവാം. അതിനുശേഷം ഈ ഈ സംഘടനയെ കൊണ്ടുനടല്ല. ഞാൻ പറയുന്നത് മഞ്ജു അല്ല, അതായത് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഇത്രയും അലമ്പ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ശ്വേതാ മേനോൻ അമ്മയിൽ വരുന്നു, അമ്മയുടെ വൈസ് പ്രസിഡന്റായി 6 വർഷം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ നേതൃത്വത്തിലേക്ക് വന്ന ആളല്ലല്ലോ. ഈ ഏറ്റവും അലമ്പ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. വൈസ് പ്രസിഡന്റായി 6 വർഷം പ്രവർത്തിക്കുന്നു. ആ 6 വർഷം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതിന് ശേഷം ഇപ്പോൾ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പോൾ തിരക്കേടില്ല, അവർക്കതിൻ്റെ ഭരണനിർവഹണം നടത്താനൊക്കെയുള്ള കഴിയും. അത് തിരക്കേടില്ലാതെ മുമ്പോട്ട് ആ നിലയ്ക്ക് അവർക്ക് ഒറ്റ കാര്യമാണ്. അതായത് അമ്മയ്ക്ക് നമ്മൾ ഈ കടന്നു പോകുന്ന കാലങ്ങളിൽ അമ്മയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ അമ്മയുടെ പിന്തിരിപ്പൻ കാര്യങ്ങളെ പറ്റി ഹർഷൻ പറഞ്ഞല്ലോ, അതിനകത്തുള്ള ആളുകളുമായിട്ട് അവരുടെ പിന്തിരിപ്പൻ നിലപാട് പറഞ്ഞല്ലോ, അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അത് ഇങ്ങനെ രണ്ടാവർത്തി കൂടി പറയണം. ഇത് കേട്ടിട്ട് അങ്ങനെ ആ നിലയ്ക്ക് നിലപാടുകളിൽ അങ്ങനെ മായം കലർത്താതെ അവർ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടാകട്ടെ.